അപ്പോൾ ഞാനിപ്പോൾ മൂന്നാറിലെ കറക്കമൊക്കെ കഴിഞ്ഞ് രാമക്കൽമേട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നപ്പോഴാണ് ഒരു ഏലക്ക തോട്ടം കണ്ടത്. അപ്പോൾ നമുക്ക് ഏലക്ക തോട്ടം ഒന്ന് കാണാം. പാകട്ടുമാ ക്യാമറ ആണ് ഇതാണ് ഏലക്ക തോട്ടം. ഉണ്ടോ ഒരു വലിയ ഏലക്കത്തോട്ടം. ഇത് എവ്വളോ ഏക്കറിൽ ഇருக்கு தெரியாதா? ഉനക്ക് ഇങ്ക ഇല്ലയാ വേലേ? നല്ല ഏലക്കായ കാണാം. ഇതാണ് ഏലക്കാത്തോട്ടം. കണ്ടോ ചെറിയ ചെറിയ പൂവുണ്ട്. ഉണ്ടോ വലിയൊരു തോട്ടാട്ടോ, ഒരുപാടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. എന്താ ഇങ്ക ഏലക്ക മട്ടുംതാണോ അല്ലനാ ഇന്നും ഏതാവത് ഇരിക്കാ? ഇത് മട്ടുംതാ ഓൺലി ഏലക്കായ. അപ്പോൾ ഇവിടെ ഏലക്ക മാത്രമാണുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിനി കുറേ ദൂരം പോയി കഴിഞ്ഞാലും ഈ കാണുന്ന കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് മെല്ലെ തിരിക്കാം. കണ്ടോ ഒരു ഫുൾ ഏലക്കൻ്റെ മുകളിൽ അതിൻ്റെ കായ്കളും ഉണ്ട്, പൂവുമുണ്ട്. ഏലക്കൻ്റെ കായും പൂവുമുണ്ട്. അപ്പോൾ വലിയ മഴയൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് രാമക്കൽമേട് ചെല്ലാം. അവിടെ ഇപ്പോഴും മിക്കവാറും മഴ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് രാമക്കൽമേടും പിന്നെ കുറുവൻ കുറത്തി മലയും രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് പോയിട്ട് അത് കാണാം. ഇപ്പോൾ എല്ലാവരും ഏലക്കത്തോട്ടം കണ്ടല്ലോ അല്ലേ? ഇതാണ് ഏലത്തോട്ടം. ചില സമയത്തൊക്കെ എനിക്ക് പറ്റുന്നൊരു പറ്റാണ് ജി പി എസ് നോക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തോ അപ്പുറത്തൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുക. ഞാനിപ്പോൾ രാമക്കൽമേടാണ് ഡെസ്റ്റിനേഷൻ കൊടുത്തത്. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് കുറുവൻകുറുത്തി മലയും ഒരു വലിയ രണ്ട് കല്ലൊക്കെ ഉണ്ട്, നല്ല കാറ്റടിക്കുന്ന ഒരു സ്ഥലമുണ്ട് രാമക്കൽമേടിൻ്റെ ഒരു ടോപ്പ് ഭാഗം. അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ടോ ഇതിൻ്റെ വേറെ ഏതോ ഒരറ്റത്താണ്. ശരിക്കും ആ ഫാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ പാറൻ്റെ മുകളിൽ നോക്കിയാൽ കാണുക. ഇവിടുന്ന് റൗണ്ടിൽ നോക്കിയിട്ട് ആ പാറ തന്നെ കാണില്ല. ഒരു ടോപ്പ് സ്ഥലമാണ്. പക്ഷേ യാദൃശികമായിട്ട് എത്തിപ്പെട്ടൊരു സ്ഥലമാണ്. രാമക്കൽമേട് അടിച്ചിട്ട് കണ്ടോ അവിടെ ആ കാണുന്ന മല ആണ് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. രാമക്കൽമേട് എന്ന് ഉദ്ദേശിച്ച ആ കല്ല്, ആ കല്ലിൻ്റെ അപ്പുറത്ത് തമിഴ്നാട് ബോർഡറാണ്. ആ കല്ല് നിൽക്കുന്നത് കേരളത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വളരെ യാദൃശികമായിട്ട് എത്തിപ്പെട്ടൊരു സ്ഥലം ഇതായിപ്പോയി. പക്ഷെ എന്നാലും നല്ലൊരു വ്യൂ ആണ്. ഒരു രാമക്കൽമേടിൻ്റെ ഒരു ഓപ്പോസിറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റിയല്ലോ തെറ്റി വന്നതുകൊണ്ട്. അപ്പോൾ നമുക്കിനി പോകേണ്ടത് എവിടേക്കാണെന്നറിയോ? ഇവിടുന്ന് അവിടെ കാണുന്ന കല്ലുണ്ടോ, അതിൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ശരിക്ക് മഞ്ഞൊക്കെ വീണിട്ടേ മഞ്ഞൊക്കെ പാറി നടക്കുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് അവിടെ. കണ്ടോ? അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടേക്ക് വരുമ്പോൾ ഒരു വലിയ കോൺക്രീറ്റിൻ്റെ കയറ്റം കണ്ടിരുന്നു. അതിലെ വലത്തോട്ടാണ് GPS കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് വലത്തോട്ട് കയറിയത്. ശരിക്കും അവിടുന്ന് നേരാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വെറുതെ കുറേ കറങ്ങി കുറേ ദൂരം ഓടി. പക്ഷെ എന്നാലും നല്ലൊരു വ്യൂ ആണ്. മേഘങ്ങളൊക്കെ ഉണ്ടോ ശരിക്കും ഇവിടെ നമ്മൾ അന്ന് മലേഷ്യയിൽ നിന്ന് എടുത്ത അതേപോലെയുള്ള മേഘങ്ങളാണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നല്ല കാറ്റാട്ടോ അവിടെ. ആ തമിഴ്നാടിൻ്റെ ബോർഡർ എവിടെയും പറഞ്ഞേ? ഇവിടെ എവിടെ ഒരു തമിഴ്നാടിൻ്റെ ബോർഡർ ഇല്ലേ? ആ കല്ലിൻ്റെ അപ്പുറത്തെ സൈഡാ? അങ്ങോട്ടാ തമിഴ്നാട്? അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അവിടെ ആ പങ്കങ്ങളൊക്കെ കണ്ടോ? ഫാനൊക്കെ കാണുന്നുണ്ടോ? ക്യാമറ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര സൂര്യൻ്റെ വെളിച്ചമുള്ളതുകൊണ്ട് സ്ക്രീനിലേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ശരിക്കും കറണ്ട് ഉണ്ടാക്കുന്നതാണ്. ആ പങ്കൊക്കെ കറക്കുന്നതിനാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രധാന വൈദ്യുതി മാർഗ്ഗം ഒന്ന് ഡാമുകളിൽ നിന്നും നിർമ്മിക്കുന്ന വൈദ്യുതിയും പിന്നെ ഇതേപോലെയുള്ള ഫാനിൽ നിന്ന് കിട്ടുന്നതുമാണ്. പിന്നെ അപ്പോൾ നമുക്ക് നല്ലേ രാമക്കൽമേട് പിടിക്കാനുള്ള പരിപാടി നോക്കാം. നേരെ താഴോട്ട് ഇറങ്ങാം. ഇവിടെ കാറിവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് രാമക്കൽമേട് എത്തി. അവിടെ ഒരുപാട് കുരങ്ങന്മാർ കടി കൂടുന്നുണ്ട് കേട്ടോ. മരത്തിന് മുകളിൽ കണ്ടോ കുറേ കുരങ്ങന്മാരുണ്ട്. ഇപ്പൊ ആ മലന്റെ മുകളിലേക്ക് വണ്ടി പോവോ? അപ്പോൾ
നമ്മളിപ്പോൾ കേരള ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാം. ഈ കടൻ്റെ അപ്പുറത്തോട്ട് തമിഴ്നാടാണെന്നാണ് ഈ കടലിലെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എടുത്തു വെക്കാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് ഏകദേശം ഇപ്പം നമ്മളെന്താ ചെയ്യാൻ പോകണമെന്നറിയോ? എന്താ തമിഴ്നാട്ടിലേക്ക് എടുക്കാൻ പോകാട്ടോ. തമിഴ്നാട്ടിലേക്കാ കേരള തമിഴ്നാട് കേരള തമിഴ്നാട് തമിഴ്നാട് കേരള തമിഴ്നാട് കേരള. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെത്തി. അപ്പോൾ ഇനി ഈ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ? ഈ മലൻ്റെ താഴ്ഭാഗമാണ് തമിഴ്നാട് എന്നാണ്, ഈ പാറ നിൽക്കുന്നത് കേരളത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ കടലിലെ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ പാറ നിൽക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ നടന്നിട്ട് ഇങ്ങോട്ട് പോകാൻ പോവാണ്, മല കയറാൻ പോവാണ്. കുറച്ച് ദൂരം നടന്ന് കയറാനുണ്ട് കുന്ന്. അപ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിക്കണേ, വെള്ളത്തിന് നല്ല ദാഹിക്കും. ഭക്ഷണം ലേറ്റായിട്ട് കഴിക്കുക, പിന്നെ എന്നാൽ വലിയ ക്ഷീണമില്ലാതെ നമുക്ക് കയറ്റായിട്ട് കയറാം. ഇവിടെയൊക്കെ ചളിയാണ് കേട്ടോ, വരുമ്പോൾ ശ്രദ്ധിക്കണേ. ശരിക്കൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലുണ്ട്. ഇതിന് ഫോറസ്റ്റ് ഏരിയ ആണോ എന്നറിയില്ല. പിന്നെ ഒരുപാട് കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, അതുകൊണ്ട് തിന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിൽ നടന്ന് വരുമ്പോൾ സൂക്ഷിക്കുക. ചിലപ്പോൾ തട്ടിപ്പറിച്ച് പോകാനും മാന്ത് കൊള്ളാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വെയ്യൊക്കെ വിശാലത കുറഞ്ഞ് ഇടുങ്ങിയ വെയ്യാവാനായിട്ടുണ്ട്. വെയ്കൾ നമ്മൾ പോകും തോറും സൗകര്യങ്ങൾ കുറഞ്ഞു വരികയാണ്, വീതി കുറഞ്ഞു വരികയാണ്. ചെറിയ ഇടുങ്ങിയ വെയ്കളാകാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യമേ ഞാനിവിടെ വന്നപ്പോൾ ഇവിടുന്ന് മല കയറിയതൊരു ഏകദേശം ഈ ടൈമിനാണ്. അതിന് മുകളിൽ പോയിട്ട് നിന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഈ ഒരുപാട് സമയം അങ്ങോട്ട് പോയി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ രാത്രിയായി, ഇരുടായി, കയ്യിലുള്ള ഫോണിലെ ചാർജൊക്കെ തീർന്ന് വരാനും വെളിച്ചവും ഇല്ല. ഞാൻ ഒറ്റക്ക് അതിൻ്റെ മുകളിലായി പോയി. പിന്നെ ഒരുപാട് തപ്പിപ്പിടിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടേക്ക് വരാനുള്ള വെയ്യൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പോൾ പോകുമ്പോൾ തന്നെ അറിയാം ഇങ്ങനത്തെ ഇടുങ്ങിയ വെയ്യാണ്. കുറച്ചും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു പാറൻ്റെ മുകളിൽ ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് തെറ്റിപ്പോയിട്ടാണ് പിന്നെ ഞാൻ ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇരിടാവാൻ നിൽക്കുന്നില്ല. നമ്മൾ കയറിയിട്ട് പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറവൻകുറുത്തി മല ഫസ്റ്റ് കയറാതെ രാമക്കൽമേട് കയറിയത്. കുറവൻകുറുത്തി മല ആകുമ്പോൾ പ്രശ്നമില്ല, നേരെ സ്ട്രൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ താഴേക്കെത്താം. ഇവിടെ കണ്ട ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. ഈ തോട് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഈ സംഭവം കണ്ടോ നിങ്ങൾ? ഈ സ്ഥലത്ത് ഇങ്ങോട്ട് തിരിയാതെ എന്തായെന്നറിയോ? ആ പാറയിൽ ഞാൻ നേരെ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെയ് തെറ്റിയത്. പിന്നെ കുറച്ച് മുകളിലേക്ക് തന്നെ നടന്ന് തപ്പി പിടിച്ച് ഞാനിങ്ങനെ വിചാരിച്ച് ഈ വെയ് അല്ലല്ലോ പോയത്, ചെറിയ വെയ് തെറ്റിന്ന്. അങ്ങനെയാണ് യഥാർത്ഥ സ്ഥലം കണ്ടുപിടിച്ചത്. എന്താ എന്താ അപ്പോൾ അവിടുന്ന് ഇറങ്ങി വരുന്ന ഒരാളെ അനുഭവം കണ്ടല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴിയാണ് റിസ്ക്. കണ്ടോ, ഈ ഇടുങ്ങിയ വഴികളിലൂടെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് വേണം കയറാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭക്ഷണം കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കയറാൻ എളുപ്പമാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ കുഴങ്ങും. പക്ഷെ വെള്ളം വേണം കേട്ടോ, വെള്ളത്തിന് കഴിച്ചാൽ ഒരു രക്ഷയില്ല, പിടിച്ചേക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ വഴികളുണ്ട്, ഇതിലേയും കയറി പോവാം, അതിലേയും പോവാം. നമുക്ക് കുറച്ചുകൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള ഇതിലാണ്, കുറച്ച് ഡേഞ്ചർ റോഡ്. ഇതാ ഒരു ടീം ഇറങ്ങി വരുന്നുണ്ട്. എടാ മൊബൈലിൽ സിം ഊരാൻ പറ്റിയ പിന്നുണ്ടോ നിങ്ങളെ കയ്യിലുണ്ടോ? പിന്നുണ്ടോ മൊബൈലിൻ്റെ സിം ഊരിനെ? ആ ഇതില്ലേ അത് പോരാ. ശരിക്കും ട്രക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാട്ടോ അവിടെ. മല കയറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മല കയറിയിട്ട് പൂതി തീർന്നൊരു സ്ഥലമാണിത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ? കുറേ ഇതിലങ്ങനെ കയറി കഷ്ടപ്പെടണ്ട, കുറച്ച് റൈറ്റ് കട്ട് ചെയ്ത് പോവാം. എന്നാൽ പെട്ടെന്ന് നമുക്കൊരു മുട്ടക്കുന്നെത്തും. ഈ ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ പോയിട്ട് നല്ല ഭംഗിയുള്ള പുല്ലൊക്കെ ഉള്ള, എന്താ പറയുക, നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന മാതിരിത്തെ നല്ലൊരു സ്ഥലത്തെത്തും. എത്ര നേരമായി കയറുന്നു. ഇത് കുറേ കയറാനുണ്ട് കേട്ടോ, ഒരുപാട് കഷ്ടപ്പാട് അവിടെ എത്തിപ്പെടണമെങ്കിൽ. വെറുതെ അല്ല, ചെക്കന്മാർ പറഞ്ഞേക്ക അല്ലേ. പിന്നെ എവിടുന്നാ? അടൂര്. എടാ അടിവാരോ? അടൂരില്ലേ?
ഓ മുള്ളുത്തിയതാ, ഒന്ന് സൈഡ് അടുത്താണ് മുള്ളു കുത്തി മേലൊക്കെ. ഇറങ്ങി വരുമ്പോ നല്ല സുഖമാണ്, ഇത്ര കിതയ്ക്കൂല. അതെന്തേ തെന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മുള്ളൊക്കെ ഉണ്ട്, കുറച്ച് അടി കൂടെ കണ്ടില്ലേ. ഓ അപ്പളത്തിന് കുത്തി, പിന്നെയും കുത്തി. കണ്ടോ ഇതാ അവസ്ഥ. ക്യാമറയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും നെഞ്ചൊക്കെ പോകും. അപ്പം നമ്മൾ ഈ കഷ്ടപ്പെട്ട സ്ഥലം കഴിഞ്ഞിട്ട് ഏകദേശം മൊട്ടക്കുന്നിലേക്ക് എത്താൻ പോവാണ്. കണ്ടോ ഇനി ഈ കാണുന്ന ചെടികളും കൂടെ കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമുക്ക്. കുഴങ്ങിട്ടോ, കയറിയിട്ട് കുഴങ്ങി. അപ്പോൾ ഏകദേശം കാട്ടിനകത്തൂടെയുള്ള ട്രെക്കിങ്ങൊക്കെ കഴിഞ്ഞ് വിശാലമായ മൊട്ടക്കുന്നിന് മുകളിലെത്തി. കണ്ടോ ഇനി ഈ മൊട്ടക്കുന്ന് കുറച്ച് കയറാണ്ട് ബാക്കി ഓക്കെ. കണ്ടോ അവിടെ കാണാനാണ് കുറുത്തിമല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് കയറാൻ പോകുന്നത്. ഇപ്പോൾ പണ്ടത്തിനെക്കാട്ടിലും കാറ് കുറച്ച് മുകളിൽ വരെ പോകുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കാറ് താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിൽ വരെ നടന്നു പോയതാണ്. ഈ പ്രാവശ്യം ആ ഗതികേടില്ല, കാറ് കുറച്ചും കൂടെ മുകളിൽ വരെ എത്തിക്കാൻ പറ്റും. കുറച്ച് നടന്നാൽ മതി അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇനി കയറാല്ലേ. ഞാൻ പുല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റേ സൈഡാട്ടോ. ഇവിടെ അത്ര തന്നെ പുല്ലില്ല, ഇതിൻ്റെ മറ്റേ സൈഡ് നല്ല ഭംഗിയാണ്, നിറച്ച് പുല്ലൊക്കെ ഉണ്ട്. കതിച്ചിട്ട് സംസാരിക്കാൻ കഴിയില്ല പോയി. ബ്രീത്തിങ് ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം ഇപ്പോൾ ഇവിടുന്ന് ആ പാറ കണ്ടു തുടങ്ങി. ആ പാറൻ്റെ മണ്ടയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ച് കയറണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാട്ടോ. എൻ്റെ അമ്മോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് കണ്ടോ, തമിഴ്നാടിൻ്റെ നല്ല ഭംഗിയുള്ള കണ്ടോ. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ആ പാറക്കെട്ടിൽ എടുത്തുകൂടെയൊക്കെ പോവാം. കഴിഞ്ഞ പ്രാവശ്യം ആ പാറൻ്റെ വിടവ് കണ്ടോ, ആ വിടവിനുള്ളിൽ കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് തലയിട്ടിട്ടൊക്കെ ഫോട്ടോ എടുത്തതാണ്. ഈ പ്രാവശ്യം നമുക്ക് ആരോഗ്യം ബാക്കിയുണ്ടെങ്കിൽ താഴത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വരാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ മല കയറാൻ പോവാണ്. ഇനി നമുക്ക് എന്താ അറിയോ, ഇതിൻ്റെ മുകളിലെത്തണം. ക്യാമറയെ കാണുമ്പോൾ സംഭവം ചെറുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് ചുറ്റി വളഞ്ഞ് കയറാനുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അതിനൊക്കെ തയ്യാറുള്ളവർ മാത്രം കയറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാവും. ചിലപ്പോൾ കയറാൻ പറ്റിയാലും ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബാക്കിലെ ലാൻഡിൻ്റെ ലാൻഡ് കണ്ടോ നിങ്ങൾ, നല്ല കള്ളിയായിട്ട് പക്കാ സ്ക്വയറിൽ ഒരുപാട് സ്ഥലങ്ങൾ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൃഷി ആവാനാണ് സാധ്യത, ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ പ്രോപ്പർട്ടി ആയിരിക്കാം. നല്ല ഭംഗിയുണ്ട് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, കുറച്ചും കൂടിയും ഭംഗിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാം. ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സൂര്യൻ നല്ല വെളിച്ചം തരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, കണ്ണിലാണ് സൂര്യൻ്റെ വെളിച്ചം വന്ന് തട്ടുന്നത്. അപ്പോൾ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ്. അതിൻ്റെ മുകളിൽ നിന്ന് 2 ആൾ ഇറങ്ങി വരുന്നുണ്ട്, 3-4 ആൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മനോഹരമായ കാഴ്ച കാണാൻ നമുക്ക് ആ പാറൻ്റെ മുകളിലേക്ക് പോവാം. ഇനിയും നമ്മുടെ ദുരന്തമേറിയ ട്രെക്കിംഗ് ആരംഭിക്കാൻ പോവാണ്. ഭയങ്കര ഡേഞ്ചർ ആൻഡ് ക്രൈസി ആയിട്ടുള്ള വഴിമേൽ കൂടാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. പാത കണ്ടോ, കാലൊന്ന് തെന്നി വീണാൽ തല പാറയിലടിച്ച് ചോര വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഡേഞ്ചർ സ്റ്റെപ്പ്. എൻ്റെ മോനെ കണ്ടോ, ഇതിൻ്റെ മുകളിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വെള്ളം കുറച്ച് കുടിച്ചാൽ മതി കേട്ടോ, വയറൊന്നൊക്കെ കൊളുത്തി പിടിക്കുന്നുണ്ട്.
എങ്ങനെയുണ്ട് മുകളിൽ കയറിയിട്ട്? ഉഷാറാ? അപ്പോൾ ഇറങ്ങി വന്ന ഒരാളെ അഭിപ്രായം കേട്ടല്ലോ, ഭയങ്കര ഉഷാറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ വെയിലൂടെ അതിൻ്റെ മണ്ടയിലേക്ക് കയറാൻ പോകുന്നത്. ഇവിടെയൊക്കെ വെയ്തുന്നത് വളരെ ശ്രദ്ധിക്കുക, ഉരുണ്ട് വീണാൽ ഒരു രസം ഉണ്ടാവില്ല. ഓരോ സ്റ്റെപ്പും കെയർഫുള്ളായിട്ട് വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം. ഒരു പക്ഷേ ക്യാമറയും പിടിച്ചു പോയാൽ ഞാൻ താഴെ വീഴാനുള്ള സാധ്യത ഉണ്ട്. സോറി. ബാക്കി നിങ്ങൾ ഇവിടെ വന്നിട്ട് കയറി കാണും കേട്ടോ. സോറി. ശരിക്കും ആരോ ഗ്രിപ്പ് കിട്ടാണ്ട് ചെരുപ്പോടെ ഊരി വെച്ച് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പം ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടും. കാരണം ചുറ്റിനും ഇതുപോലുള്ള ഒരുപാട് വെയ്യുണ്ട്. ഏതിലാണ് നമ്മൾ കയറിയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം വന്നവർക്കേ പറ്റൂ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒന്ന് താഴേക്ക് നോക്കുക. വളരെ മനോഹരമായൊരു വ്യൂ അവിടെ കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ശരിക്കും എവിടെ റെസ്റ്റ് എടുക്കാണ്ട് കയറണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുക. ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. എന്തെങ്കിലും വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് കയറാൻ പറ്റും. അല്ലാത്തവർ ഇതേപോലെ കുറച്ച് കിതച്ച് കഷ്ടപ്പെട്ടിട്ട് കയറാം. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഇടുങ്ങിയ വെയിലൂടെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ വളരെ കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മൾ ആ വലിയ 2 പാറയുടെ അടുത്തെത്തി. ഇനി ഇതിൻ്റെ മുകളിൽ കയറാനാണ് കുറച്ചും കൂടി പ്രയാസം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കട്ടോ. ഫസ്റ്റ് ഉണ്ടോ ഈ വെയിലൂടെ കയറിയിട്ട് യെസ്. ഓക്കെ അല്ലേ? ഇനി പോണം. ഇതിൻ്റെ മുകളിൽ കയറണം. ഇതിൽ ഞങ്ങൾ കയറിയല്ലേ? അതിലെങ്ങനെ? അതിലെങ്ങനല്ലേ? ഒറ്റക്കുള്ളൂ അല്ല കയറല്ലേ? അല്ലാതെ കഴിയില്ലല്ലേ? എന്നാ വാ കയറി, ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ഇതിലെ കയറിയാൽ എന്താ സ്ഥിതി? അതിലാണ് കഴിഞ്ഞ പ്രാവശ്യം കയറി. ഒരു മിനിറ്റ്, ലൈവ് ഒന്നുമല്ല, ജസ്റ്റ് റെക്കോർഡ്. ക്യാമറ ഒന്നും ഇടിക്കോ? ഓണാണോ? ഓണാണ്. എൻ്റെ അമ്മേ, ഇതിലെങ്ങനെ കയറുക? നിന്റെ അകത്ത് പോയാ? നിന്റെ അകത്തേക്ക് എങ്ങനെ പോകുന്ന? അതൊന്നും ഇടിക്കോ? ഒരു മിനിറ്റ്, ഞാൻ ആ കാലൊന്നും അവിടേക്ക് ചവിട്ടോ. ഒന്നും മാറും. അനീസാറിനെ എടുക്കുവാണേ. എല്ലാരും എടുക്കുക. അവര് ലൈവ് ഇട്ട് വിടല്ലോ ഫേസ്ബുക്കിലോ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് അവിടേക്ക് ചാരട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, ഈ സൈഡിൽ വരുമോ? അപ്പോൾ കണ്ടോ, ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ കയറുന്നത്. കൈ ഒന്നും ഇടിക്കട്ടാ. എങ്ങനെ അറിയാ? നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് കൊടുക്കുമോ? അത് ഇവിടുത്തെ ശരിയായില്ല ഇങ്ങനെ ഇടിക്കാൻ. ഒരു മിനിറ്റ്, കൈ ഇടോ, കൈ ഇടോ, കൈ ഇട്ടോ. ഓക്കെ ഓക്കെ, കയറി കയറി. താങ്ക് യു. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി കണ്ടില്ല, കയ്യൊന്നും ചെറുതായിട്ട് പാറമ തട്ടി. കുഴപ്പമില്ല, ഇനി ആ ചേട്ടനും കൂടെ കയറ്റല്ലേ വാട്ടാ. മതി, അമ്മോളെ വട്ടം നിൽക്കുകയാണ്, ചാർജ് തീർന്നു പോകും. വളരെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ മുകളിലെത്തി. ഈ ചേട്ടനാണ് നമ്മളെ കൈ പിടിച്ച് മുകളിലേക്ക് കയറ്റിയത്. ചേട്ടൻ ഈ നാട്ടുകാരനാണ്. എന്താ ഏട്ടാ പേര്? ആ, ബിനുവേട്ടനാണ്. ക്യാമറ പിടിച്ച ചേട്ടൻ്റെ പേരെന്താ? ബാലു. അപ്പോൾ ബാലു ചേട്ടനാണ് നമുക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ ഈ വ്യൂ കണ്ടോ,
നല്ല അടിപൊളി വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ കള്ളിയായിട്ട് കിടക്കുന്നത് കണ്ടോ, സ്ഥലങ്ങൾ ഭയങ്കര കള്ളിയായിട്ട് കിടക്കുന്നുണ്ടോ, നല്ല സ്ക്വയർ. ഇവിടെ കുറേ കാറ്റാടി, ഇതാ അവിടെ കുറേ കാറ്റാടി ഉണ്ട്. അതിന് കാറ്റാടി എന്നല്ല പറയാ. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഡയറക്റ്റ് വരുമ്പോൾ വളരെ ദൂരമായിട്ട് കാണാൻ പറ്റുക. ഒരുപാട് കാറ്റാടി ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ടോ മേഘങ്ങളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഈ മലൻ്റെ മണ്ടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ കാണുന്നതാണ് കുറവൻകുറുത്തി മല. അപ്പോൾ അടുത്ത നമ്മൾ അവിടേക്കാണ് പോകുന്നത്. കണ്ടോ മഞ്ഞൊക്കെ കണ്ടോ, മേഘങ്ങളിങ്ങനെ പറക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ മേഘം താഴ്ത്തി വരുമോ? മഞ്ഞാണോ? ശരി, അപ്പോൾ അത് മഞ്ഞാണ് പറക്കുന്നത്, മേഘമല്ല. മിസ്റ്റ് എന്നല്ല പറയട്ടാ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു അനുഭവം പറയട്ടെ. ഞാൻ അതിൻ്റെ മുകളിൽ ബനിയന് ഊരാൻ നോക്കി, നല്ലൊരു കാറ്റ് വന്ന് അടിച്ചപ്പോൾ ഞാൻ പാറിപ്പോയി. ഒരു 2 സ്റ്റെപ്പ് ബാക്കിൽ നിന്നിട്ടാണ് ചവിട്ട് കിട്ടിയത്. ഇല്ലെങ്കിൽ അവിടുന്ന് താഴോട്ട് വീഴേണ്ട ആളായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ചേട്ടനെ വളരെ പരിശ്രമിച്ചിട്ട് കയറ്റാൻ നോക്കുന്നുണ്ട്. ഏട്ടാ ഇതിൽ വാ, കുഴപ്പമില്ല, ഒന്ന് കയറി കണ്ടിട്ട് പോവാ, നല്ല വ്യൂ ആ. ഞങ്ങൾ 3 ആൾ കൂടി പിടിക്കാം, പൊക്കിടാ. പിന്നെ കേറാൻ പറ്റിയില്ലല്ലോ, ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും കേട്ടോ ബുദ്ധിമുട്ട്. ഇതിന്റെ മുകളിൽ കുടുങ്ങി പോകും. വേണ്ടാ, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ഞാൻ വീഡിയോ ഇടും. ലിവിംഗ് റൂട്ട്, ലിവിംഗ് റൂട്ട് അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും. ലിവിംഗ് റൂട്ട്. ഫ്രീഡം വേണം അങ്ങനെ ഇറങ്ങുമ്പോ, ആരെങ്കിലും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഇറങ്ങൂല. കയ്യോ കാലോ പൊട്ടത്താണ്, ചാത്തൊന്നുമില്ല. അപ്പോ ഇവിടെ വരുമ്പോ ബനിയൻ ഊരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താണ്. ഇപ്പൊ കാറ്റ് കുറവുണ്ട്. അന്ന് ഞാൻ വന്നപ്പോ ഭയങ്കര കാറ്റാണ്, നല്ല സ്പീഡിൽ കാറ്റൊക്കെ അടിച്ച് തൊപ്പിയൊക്കെ പാറിപ്പോയി. കണ്ടോ നൈസ് വ്യൂ. താഴെന്ന് കോട വരുന്നുണ്ട്. ക്യാമറയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല, പക്ഷേ നേരിട്ടുള്ള കാഴ്ച വളരെ ഭംഗിയാണ്. വൈകുന്നേരം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടുമോ? ഇനി വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഇത് ഈ അവസ്ഥയാണ്, ഒന്നും കാണൂല. അപ്പുറത്തെ കുറവത്തെ പോലും കാണില്ല, ഇതിപ്പോ കയറി മൂടും. അപ്പോൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മഞ്ഞ് വന്നിട്ട് ഇവിടെയൊക്കെ മൂടും. കോടമഞ്ഞ് മിസ്റ്റ് വന്നിട്ട് ഇവിടെ ഒന്നായി കംപ്ലീറ്റ് മൂടും. ഇപ്പൊ തന്നെ നമ്മൾ ആ നേരത്തെ കണ്ട കുറവൻകുറുത്തി മല കാണാൻ പറ്റുന്നില്ല, മഞ്ഞ് വന്ന് മൂടി കഴിഞ്ഞു. അപ്പോൾ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറ്റിയ അബദ്ധം വീണ്ടും പറ്റാതിരിക്കാൻ ഇപ്രാവശ്യം ഞാൻ ഫോണിലൊക്കെ ചാർജൊക്കെ കയറ്റിയാൽ വന്ന് വെളിച്ചുണ്ട്. പിന്നെ അത്യാവശ്യം നോക്കിയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം വെളിച്ചമില്ല, ഫോണിലെ ചാർജ് തീർന്നതുകൊണ്ട് വെളിച്ചമില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ കാറ്റ് ആ സ്പീഡ് കൂടി തുടങ്ങി, മഞ്ഞിൻ്റെ വേഗത കൂടി തുടങ്ങി, മിസ്റ്റ് പറക്കുന്ന കണ്ടോ, വളരെ വേഗത്തിൽ പറക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച കാണാൻ എല്ലാവരും രാമക്കൽ മേടിലേക്ക് വരിക. ഞാൻ കോഴിക്കോട്. നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ? രാമക്കൽ മേട്. ഇവിടുന്ന് പരുന്തുംപാറ എത്ര കിലോമീറ്റർ ഉണ്ട്? ഇപ്പൊ വിട്ടാ കിട്ടുമോ? ഇപ്പൊ ഇന്ന് പോയെന്ന് പിന്നെ പാടാപ്പാ. എന്താ വൈകുന്നേരം മഴയായിട്ട് ഫുള്ള് മഞ്ഞല്ലായിരിക്കും. നാളെ രാവിലെ പിടിക്കാം. എന്റെ യൂട്യൂബ് ചാനൽ ലിവിംഗ് റൂട്ട് എന്നാ പേര്. ലിവിംഗ് റൂട്ട്. ചാർജ് ഉണ്ടോ മൊബൈല്? റേഞ്ച് ഉണ്ടോ മൊബൈല്? ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോവാണ്. നമുക്കപ്പോൾ രാമക്കൽമേട് എന്നൊരു സബ്സ്ക്രൈബറെ കിട്ടി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മനോഹരമായ കാഴ്ച കാണാൻ നിങ്ങളെല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യമാണ്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്. അവിടെ ദൂരമായിട്ടൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുക, 2 കൈയും സൈഡിലേക്ക് വിടർത്തി വെക്കുക, മെല്ലെ ബ്രീത്ത് എടുക്കുക. നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജൻ വായു നമുക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് ഈ വായു ശ്വസിച്ച് ആസ്വദിക്കാൻ പോവാണ്. കണ്ണ് മെല്ലെ മൂടുക, എന്നിട്ട് വെള്ളം നല്ല ടേസ്റ്റ് അറിഞ്ഞ് കുടിക്കുന്ന മാതിരി ബ്രീത്ത് മെല്ലെ എടുക്കുക, മെല്ലെ ഔട്ട് ചെയ്യുക. റൂട്ടാണ് കേട്ടാ, റൂട്ട് ROUTE. ലിവിംഗ് റൂട്ടാണ്, LIVING സ്പേസ് ROUTE.
അപ്പം ഓക്സിജൻ്റെ ആസ്വാദനം കൊണ്ട് മെല്ലെ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭക്ഷണം കഴിക്കുന്ന മാതിരി സ്പീഡിൽ വലിച്ചു കയറ്റി പോകുന്നുണ്ട്. നമ്മൾ നല്ല ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്ന മാതിരി ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റും. പ്രത്യേകിച്ച് വണ്ടികളൊന്നും പോകുന്നില്ല, അതിന്റെ പുക അങ്ങനത്തെ മറ്റു മലിനീകരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് വായു ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിൽ ഇപ്പോൾ ആ മഞ്ഞൊക്കെ പോയി കൊറുവൻ കൊറുത്തി മല കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും പോകാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് മല താഴോട്ട് ഇറങ്ങാം കേട്ടോ. ഓക്കേടാ, ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. കണ്ണിലേക്ക് സൂര്യൻ അടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ വന്നിട്ട് നമ്മൾ കുറേ മഴയൊക്കെ കൊണ്ടതാണ്, ഞാൻ കുറേ മഴയൊക്കെ കൊണ്ടതാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, വളരെ മനോഹരമായ കാഴ്ച. ഒന്നും കൂടെ കാണിക്കാം ഇറങ്ങുന്നതിന് മുമ്പായിട്ട്. ഇവിടുന്ന് താഴെ കണ്ടു, അതിമനോഹരമായ കാഴ്ചയാണ്. അവിടെ നോക്കിയാൽ തല കറങ്ങുന്നവരൊന്നും ഇങ്ങോട്ട് വരണ്ടേ, കാരണം പണിയാവും. അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് കയറാൻ വളരെ ഡേഞ്ചറാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇങ്ങനത്തെ ഇടുങ്ങിയ പാറ ഇടുക്കിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കയറിയത്. ഇതിലൊക്കെ നടന്ന് പയ്യന്മാർ അതിൻ്റെ മുകളിലൊക്കെ പോകാറുണ്ട്. പിന്നെ ഇപ്പം വളരെ ടൂറിസ്റ്റ് കുറവാണ്. ഈ ഒരു കൊറോണൻ്റെ സമയം ആയതുകൊണ്ടേ ടൂറിസ്റ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ അവിടെ കണ്ടോ നിങ്ങൾ, നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ആ കാറ്റാടിയാണ് കേട്ടോ. നമ്മൾ ഏതോ ഒരു മലൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മുമ്പ് യാദൃശികമായിട്ട് എത്തിപ്പെട്ടു. അതേതാണെന്ന് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവിടെ നോക്കിയപ്പോൾ നമ്മൾ ഈ മല കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ആ മലൻ്റെ മുകളിലാണ് നമ്മൾ കണ്ടത്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ആ കാറ്റാടി കണ്ടു. ഈ സൈഡിലായിട്ട് ഈ രാമക്കൽമേടുവിൻ്റെ ഈ പാറയും നമ്മൾ കണ്ടില്ലേ. അതെ, അല്ലട്ടോ, ആ മലൻ്റെ മുകളിൽ അവിടെ നമ്മൾ ചെന്ന് കൺഫേം. കാരണം ആ സൈഡിലേക്കാണ് നമ്മൾ കാറ്റാടി കണ്ടത്. ഇവിടേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ പാറയും കണ്ടു. അപ്പോൾ ഏതാണ്ട് ആ ഭാഗത്തെങ്ങാനുമാണ് നമ്മൾ എത്തിപ്പെട്ടത് ആണെന്ന് പ്രതീക്ഷിക്കാം. നോട്ട് കൺഫേം. ഇപ്പോൾ കൺഫ്യൂസ്ഡായി. ഏതോ ഭാഗത്ത് നോക്കിയാലും മല ആണ്. സോറി, എനിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണുക. നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ മെല്ലെ താഴേക്ക് ഇറങ്ങാം കേട്ടോ. എങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന്. എടാ ഈ വീഡിയോ ഒന്ന് എടുത്തു തരുമോടാ, ഞാൻ ഇറങ്ങുന്ന വീഡിയോ. എന്താ ചെറുകടിയാ? ഓക്കെ ഓക്കെ. ആ ഞാൻ കഴിച്ചടാ, ഞാൻ കഴിച്ചു സമൂസ. ഞാൻ താഴത്ത് കഴിച്ച എഗ് സമൂസ അല്ലത്. എന്തായാലും ഒരു പീസ്. അപ്പോൾ നമ്മൾ ഇവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിച്ചാലേ ഇവർ വിടും. നമുക്കൊരു ഇതിനെന്താ പറയുക ഇവിടെ? ഏത്തക്കാപ്പൊളി. ഞങ്ങളെ നാട്ടിൽ ഇതിന് പഴംപൊരി എന്നാ പറയാം. പിന്നെ കേള ഫ്രൈ എന്നൊക്കെ ഹിന്ദി പറയും അല്ലേ. ശരിക്കും ബനാന ഫ്രൈ അല്ലേ? ബനാന ഫ്രൈ അല്ലടാ? അതെ. അപ്പോൾ ഇവരെ സ്നേഹ സമ്മാനമാണ് നമുക്ക് നാട്ടുകാരെ. അപ്പോൾ ഒരു പീസ് കഴിച്ചോക്കടേ. നാട്ടിൽ നിന്ന് കഴിക്കുന്നതിനായിട്ട് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല, ഏകദേശം അതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കുറച്ച് മഞ്ഞ കളറാണ്, നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയും അല്ലേ ഒരു ഗ്രേ അല്ല, എന്താ പറയുക, കുറച്ച് കാപ്പി കളറായിട്ട് പിന്നെ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്ക് ഒരു കട്ടനൊക്കെ കുടിക്കാനല്ലേ ഇതിൻ്റെ മുകളിൽ പൊളിയായിരിക്കും. അപ്പോൾ ഒരു ജഗ്ഗിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാസ്കിൽ കുറച്ച് കട്ടന കൊണ്ടുവരും കേട്ടോ. ഞാൻ കട്ടനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. മറ്റേ സാധനം കൊണ്ടുപോയി ഇതിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ വെളിവില്ലാണ്ട് താഴോട്ട് പോവും. പിന്നെ ഈ പഴംപൊരി സൈസിലായി പോട്ടോ, പരന്നു പോവും. നിലത്തത്ത് മെല്ലെ കൊടിച്ചിട്ട് അങ്ങനെ നിൽക്കാതെ നിങ്ങളുടെ ഒരു കോലത്തിലായി പോകും. അത്ര ഹൈറ്റിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എത്ര ഫീറ്റ് മുകളിലാണ്? ഫീറ്റ് അറിയില്ല. അപ്പോൾ 1000 അത്ര ഉണ്ടാവുള്ളൂ. മതിയോ? ഏതായാലും നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. രാമക്കൽമേട് ഈ പാറിൻ്റെ മുകളിലേക്ക് നമ്മൾ സമുദ്രം നിൽക്കുന്ന എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്
നമുക്ക് സെർച്ച് ചെയ്യാം. ടൈം കൂടുന്നതിനനുസരിച്ച് നല്ല ജെല്ല് നിർക്ക് നമ്മൾ കയറി വന്ന്. അപ്പോൾ എന്താ പറയുക, നല്ല തണുപ്പ് വരുന്നുണ്ട്, തണുത്ത് വിറയ്ക്കാൻ വരുന്നുണ്ട്, നല്ല കാറ്റ് വരും. എനിക്ക് നിൽക്കാൻ പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ഇരുടായി. ഈ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ഇരുടായി, താഴോട്ട് ഇറങ്ങാൻ വെളിച്ചല്ലാതെ വെയ് കണ്ടെത്താനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വെയ്യൊക്കെ കണ്ടെത്തിയത്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ അതിന് അവസരം കൊടുക്കുന്നില്ല. ഫോണിലൊക്കെ ചാർജ് ഫുള്ളാക്കി, ഫ്ലാഷ് ഓണാണ്. ഇരുട്ടുന്നതിന് മുമ്പ് താഴോട്ട് ഇറങ്ങാനുള്ള എല്ലാ പരിപാടിയും നോക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിൽ വരുന്ന മദ്യപിക്കാണ്ടിരിക്കുന്നതാണ് സേഫ്. മദ്യപിക്കരുത്. കാരണം താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. നമ്മളെ ഡയലോഗ് കേട്ടിട്ട് താഴെന്നാരൊക്കെ ചിരിക്കുന്നുണ്ട്. പിന്നെ കയറാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അവരിയ്ക്കുന്നതാണ്ടോ, അതുപോലെ താഴെ ഇരുന്നിട്ട് ആസ്വദിക്കട്ടോ. ഒരുപാട് ടീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, പറയൂ. ഇതിലെ കൂടെ കയറും ചോദിച്ചാ അതിലെ കയറൽ കുറച്ച് ഡേഞ്ചറാണ്. ഇതിൽ വരാൻ കഴിയോ ഈ സൈഡിലൂടെ? സ്ലാങ്കിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എവിടെ നിന്നായിരുന്നേ? കൊച്ചിന്നാ? ഇല്ല, ഞാൻ അതിലേ വന്ന്. ഇതിലെ വരി. ഇതിലെ ഗ്യാപ്പിലൂടെ വരി. ഞാൻ അവരൊന്ന് കയറ്റാൻ പരിശ്രമിച്ച് നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് സ്വന്തം അറിഞ്ഞോക്കട്ടെ. വേണ്ട, ഞാനൊന്ന് സ്വന്തം അറിഞ്ഞോക്കട്ടെ. അങ്ങോട്ട് വേണം. താടിയും പല്ലൊക്കെ അവിടെ കുത്തി, പല്ലൊക്കെ പോയി. തലേന്ന് കൊടുത്താക്കാം. ഓക്കെ, ശരിടാ, താങ്ക് യു. ഈ ബോട്ടിലെ കൊണ്ടോട്ടെ, ഇത് ഞാൻ അവിടെ വെച്ചല്ലേ? ശരിടാ. അപ്പൊ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങി. ഇനി പോവല്ലേ? പോടാ. സപ്പോർട്ട് അതിലേ കയറി ക്യാമറയ്ക്കൊന്നും പറ്റില്ല. നിങ്ങൾ എവിടുന്ന വരുന്നേ? അല്ല, ആ പാറിന്റെ മുകളിൽ കയറി വരിക. ഇതിലെ പോയി ആ പാറിന്റെ അടുത്ത് ആ പാറിന്റെ. അപ്പൊ നമ്മള് ആ മലന്റെ മുകളിലേക്ക് പോയപ്പോ പോവാതിരുന്ന ആ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ, അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നു കേട്ടോ. അങ്ങോട്ടേക്കുള്ള വ്യൂ കണ്ടോ, ശരിക്കും ഒരു കുനിഞ്ഞ് ഇരുന്ന് പോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കാറ്റടിച്ച് തുടങ്ങി. ഈ ഒരു സമയമാകുമ്പോഴാണ് ശരിക്കും ഇവിടെ കാറ്റ് വീശുക. കാറ്റേ നീ വീശരുതിപ്പോഴും. ഇവിടെ എത്തിയോ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലെത്തി. ശരിക്കും ഇവിടെ നടന്നു കഴിഞ്ഞാലേ ഈ പാറൻ്റെ ഇടയിൽ കൂടെ ഒരു വിടവുണ്ട് കേട്ടോ. നമ്മൾ കണ്ട ആ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഈ പാറൻ്റെ ഇടയിൽ കൂടെ ഒരു വിടവുണ്ട്. മെല്ലെ വളരെ ശ്രദ്ധിച്ചിട്ടോ. ഇതിൻ്റെ ഇടയിലേക്കൊക്കെ വീണാനുള്ള അവസ്ഥ ഉണ്ടോ, ഡേഞ്ചർ. കഴിഞ്ഞ പ്രാവശ്യം അതിൽ വന്നപ്പോൾ ഒരു ചെക്കൻഡ് ഈ പാറൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കണേ. അങ്ങനെയാണ് ഞാനും അതിൽ പോയത്. വളരെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾ ഇതിലേ ഇറങ്ങിയേ? ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പില്ലേനോ? ഇവിടെ അല്ലേ, കണ്ടോ? ഇവിടുന്നൊക്കെ എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് ഓരോരുത്തർ റിസ്ക് അനുസരിച്ച് ചെയ്യണം. ഞാൻ തൽക്കാലം ഒന്ന് ക്യാമറ ഓഫ് ചെയ്യാണ്. ക്യാമറയും പിടിച്ചിട്ട് ഇറങ്ങാൻ വളരെ പ്രയാസമാണ്.
കണ്ടോ? അപ്പോൾ നമ്മൾ നിൽക്കുന്ന രണ്ടാമത്തെ വ്യൂ പോയിന്റ് കണ്ടോ? ജസ്റ്റ് പാറയൊക്കെ ഒന്ന് ജസ്റ്റ് ആയിട്ട് ഒന്ന് തൊടിച്ച് വെച്ചതാണ്. ഇതോ കണ്ടോ? വെറുതെ ഒരു കല്ലിങ്ങനെ നിൽക്കുന്നത് എന്താ അത്ഭുതമാണെന്ന് അറിയില്ല. എപ്പോഴോ വേറിട്ട് പിടിഞ്ഞതാണ്. ഇതിൻ്റെ മുകളിൽ വേറിട്ട് പോകുന്നതാണോ എന്താണെന്നറിയില്ല. നല്ലൊരു വ്യൂ പോയിന്റ്. ഇവിടെ ആരും കയറാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര അപകടമാണ്. ഹെവി റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ വന്നത്. കുട്ടികളും വയസ്സായവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് ആരും വന്ന് ഇവിടെ കാണണമെന്ന് ഞാൻ ഒരിക്കലും ഞാനായിട്ട് പറയില്ല. കാരണം ഡേഞ്ചറാണ്, അപകടമാണ്. കണ്ടോ? വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പാറിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ പിടിച്ച് കയറിയത്. വന്ന വെയ്യോ കണ്ടോ? ഈ ഇടുങ്ങിയ വെയിലൂടെയാണ്, വളരെ കഷ്ടപ്പെടുത്തിയാണ്. അപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടി ഞാൻ ആരോടും പറയില്ല, വരണ്ടാന്നും പറയില്ല. കാരണം അത് നിങ്ങളിഷ്ടമാണ്. പിന്നെ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട നല്ല ആസ്വാദനമുള്ളൊരു വ്യൂ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്തി. അപ്പോൾ ഇനി നമുക്ക് എവിടെ പോകണമെന്നറിയോ? കുറത്തി മലയിലേക്ക് പോകട്ടോ. ഇനി ഇതിലിങ്ങനെ താഴേക്ക് ഇറങ്ങണമെങ്കിലൊക്കെ ഭയങ്കര റിസ്ക്. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. ക്യാമറ പിടിച്ചിട്ട് എനിക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇപ്പോൾ വ്യൂ പോയിൻ്റ് ആയിട്ടല്ലോ, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ പാറിൻ്റെ ഇടയിൽ കൂടെ തിരിച്ചിട്ട് പോവാണ്. അപ്പോൾ വെയ്യൊക്കെ കണ്ടല്ലോ, വളരെ ഡേഞ്ചറസ് വെയ്യാണ്, പ്രയാസമാണ് കേട്ടോ. ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കൊരു അടിപൊളി സ്ഥലമായിരിക്കും ഇത്. കാരണം അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇനി തിരിച്ചു കയറാം. ശരിക്കും ഒന്ന് ഓടിക്കയറി വെക്കാം. നമ്മളെ എന്താ അവസ്ഥ? നമ്മൾ നടക്കുന്നതല്ല കേട്ടോ, ശരിക്കും ഓടുകയാണില്ലേ. ഈ മലയുടെ മുകളിൽ വരെ നമ്മൾ ഓടാൻ പോവാണ്. പാറിനോട് കൂടെ ഓടി അവിടെ ചാടി ഇവിടെ ചാടി കയറി കയറി ഇടാൻ ഓട്ടം. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ വരെ എത്തി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഓടാൻ പറ്റൂല, ഇരുന്ന് മെല്ലെ പോകണം. നമ്മളിപ്പോൾ കുനിഞ്ഞാണ് വരുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ചെറിയ ഇടവഴിയാണ്. മണ്ണിര വാ വാ. വളരെയൊക്കെ പിടിക്കുന്ന ഒരു ശ്വാസം ഓൻ പറഞ്ഞാൽ ശരി. ഒരേ സമയത്ത് വയറ് കുത്തിപ്പിടിക്കണം, ശ്വാസം വിട്ടില്ല, നടക്കൂല. ഞാൻ പറഞ്ഞ ആ പുല്ലുള്ള ഏരിയ ഇതാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുല്ല് കുറവാണ്, മഴ ഇല്ലാത്തത് കൊണ്ടാവാം. ഇങ്ങനത്തെ പുല്ലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് നല്ലൊരു വ്യൂ ആയിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം കാറ്റില്ല, പുല്ലും കുറവാണ്. പക്ഷെ നമുക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഇനി നമ്മൾ പോകുന്നത് മലയുടെ മുകളിലേക്ക് കേട്ടോ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരു ഹായ്. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ, താഴേക്ക് ഇറങ്ങട്ടെ. വീണ്ടും അപ്പോൾ നമ്മൾ വീണ്ടും ഈ വെയിലൂടെ ഇറങ്ങാണ്. മുകളിലൊക്കെ മരച്ചില്ലാണ്, ഇങ്ങനത്തെ വെയ്യാണ്. മഴത്തെ വെള്ളം ഒലിച്ചു പോയിട്ടാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയത്. വെള്ളം കുത്തി ഒലിച്ചിട്ടേ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇറങ്ങണം, ശ്രദ്ധിച്ചിറങ്ങാം. സനീഷ
മുള, ബോംബോ, ബാമ്പു ബാമ്പു. ഇത് ബാമ്പു. മറ്റേ സാധനം ഈച്ച. അതെന്താ? കൊട്ടുണ്ടാക്കണേ കായൽ. അതിനെന്തേലും പറയല്? ആ സാധ്യത ഉണ്ട്. അല്ല, നമ്മൾ 52 അക്ഷരം കൊണ്ടല്ലേ മലയാളം പറയുന്നത്. ഓല 26 ഒതുക്കില്. നമ്മള് പഠിക്കുന്നതിന് പകുതി അക്ഷരം പഠിച്ചാൽ മതി ഓൽക്ക് സുഖ. ശരിയാ. ആ ചൂരൽ ചൂരൽ ചൂരലുണ്ട്. ചൂരൽ അതിന് വേറല്ലേ? ചൂരൽ എന്ന് പറയുന്നത് വേറല്ലേ? ചൂരൽ എന്ന് പറയുന്നത് വേറെ സാധനത്തിനല്ലേ? ചൂന നല്ല ഗ്രിപ്പ് ഉണ്ട്, എന്നാലും ശ്രദ്ധിക്കണം. എടാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെയ്യ തെറ്റിന്ന് പറഞ്ഞില്ലേ? ഞാൻ ഈ പാറ നേരെ താഴോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ കുറെ ചായ ചെന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ ആയത് ഇങ്ങനെ ഒരു സ്ഥലത്തും കയറിയതേ. പിന്നെ ഞാൻ അന്ന് രാത്രി തിരിച്ചിട്ട് എന്ത് ചെയ്ത് ഇതിൽ വന്നിട്ട് ഇതുവഴി പോയി. അന്ന് ഫുള്ള് ഇരുട്ടായിട്ടോ ഒന്നും കാണുന്നില്ല. എന്താ ഫോറസ്റ്റാ? ഇത് ഫോറസ്റ്റ് ഏരിയ നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് എൻട്രി ഇല്ല നമുക്ക്? ഇതിന്റെ അകത്തേക്ക് പോവാം, നമുക്ക് ഈ വഴി കൂടെ പോവാം. ആ ശരി. അത് വെയ്യ കയറ്റി പോയാൽ എന്താക്കും? നമുക്ക് അറിഞ്ഞു പോകാറില്ലല്ലോ. ചിലപ്പോ ഒരു വെടി ഒട്ടിക്കില്ലേ? ഇത് കുടിവെള്ള? ഇത് കുടിക്കാൻ പറ്റുമോ? മഴയെല്ലാം കിടക്കുന്നതാണ്. വേണ്ട. അപ്പോഴോ കുത്തി ഒഴുകുന്ന സമയമല്ലേ? അഴുക്കും ചെളിയും പണ്ടായിട്ട് അടിഞ്ഞു കിടന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. വേനക്ക് ഒഴുക്കുണ്ടാവില്ലല്ലോ. ശരിയാ. ഭയങ്കരമായിട്ട് സെഡിമെന്റേഷൻ. നല്ല ക്ലിയർ വാട്ടർ വരൂല്ലേ? ഇങ്ങനത്തെ പാറൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, മല ഏരിയ നിന്ന് കിട്ടുന്നത്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. തീരെ കട്ടി ഉണ്ടാവില്ല, നല്ല തണുപ്പും ഉണ്ടാവും. വളരെ ബ്യൂട്ടിഫുൾ. എന്താണ്? മഴ പെയ്യുമ്പോൾ മാത്രം ഉണ്ടാവും. അതാ മഴക്കാലം പോയി കഴിഞ്ഞാൽ ഉറവും പോവും. ശരിയാ. പാറയുടെ മുകളിൽ വരുന്നതല്ലേ. പിന്നെ വേസ്റ്റ് വരാനൊന്നും വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ. ആരെങ്കിലും ജനങ്ങൾ താമസിക്കുന്നുണ്ടോ മുകളിൽ? വേസ്റ്റ് ഉണ്ടാവില്ല. നോർമലായിട്ട് നാച്ചുറലായിട്ട് ആരെങ്കിലും മൂത്രമൊഴിച്ചാല് അല്ല, അതല്ല, അങ്ങനത്തെ ഒന്നും ചാൻസ് ഇല്ല അങ്ങോട്ടേക്ക്. എന്താണെന്ന് വെച്ചാൽ ഈ മൃഗങ്ങളുണ്ട്, ഇതുകൂടെ കാട്ടും. പിന്നെ ഇതുപോലത്തുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ എല്ലാ പ്രശ്നമല്ല. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടുന്നൊക്കെ വെള്ളം ഒഴുകി വരും. അപ്പൊ ഫുള്ള് മാലിന്യം ഇതിൽ വരില്ലേ? എന്തൊക്കെ സാധനമായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അത് ശരിക്കും ആ സെഡിമെന്റേഷൻ താഴ്ന്ന പരിപാടി ഉണ്ട്. അവിടെ അങ്ങ് ചെയ്യുന്നതാണ്ടോ നിങ്ങള്? ഒരു വെള്ളക്കുപ്പി കൊണ്ടൊരു മുകളില് അത് ഉപേക്ഷിച്ചിട്ട് പോരാതെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് അതിലുള്ള വെള്ളം ഫുള്ള് കുടിച്ചു തീർത്ത് ഇതിൽ വിക്ഷേപിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് കണ്ടിന്യൂ ചെയ്യട്ടോ. വെറുതെ നമ്മൾ മുകളിൽ കണ്ടില്ല, ഒരുപാട് കുപ്പിയൊക്കെ ഉണ്ട്. ഓരോരുത്തർ കൊണ്ടുപോയിട്ടിട്ട് വെറുതെ നമ്മൾ പ്രകൃതി നശിപ്പിക്കുകയാണ്. നല്ല ചെക്കന്മാർ. അപ്പോൾ നേരത്തെ സ്വഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും, വളരെ നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ്. നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. എന്താ കണ്ടു സൂചിക്കാരാ? അപ്പോൾ നമ്മുടെ എറണാകുളത്ത് നിന്ന് വന്നേ ടീം ഇതാ മുന്നിൽ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. കുറച്ച് ചളിയുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ ഇതിൽ വരുമ്പോൾ. അയ്യടാ, കയല് ചളിത്തിലായി പൂണ്ടുപോയി. ഞാൻ നടുവിൽ കൂടെ നടന്നു പോന്നാ. കുഴപ്പമില്ല, നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളോരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലേക്ക് കടക്കാൻ പോവാണ്. ഏകദേശം ഒരു 10 അടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെത്തിട്ടോ. ഇതാ അപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് തന്നെ ഇവിടുന്ന് നടന്നുകൊണ്ട് കേരളത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. യോ അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കേരളത്തിലെത്തി കഴിഞ്ഞ് ഞാനും കേരളത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. കേരളത്തിലെത്തി.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് ഇവർ കൊച്ചിയിൽ നിന്ന് വന്നാ കേട്ടോ. ഓക്കേടാ വരട്ടെ. ശരി മോള് പോവാ. ആ കാർ എടുത്തിട്ട് പോകണോ? കുറച്ച് നടക്കാണ്ടോ? അല്ല ഇവിടുന്ന് കയറി അങ്ങ് പോലെ. ശരി അപ്പോൾ അവിടെ വിഷയമൊന്നുമില്ല. ശരിയാ, ഞാൻ അതിന് മുമ്പ് പോയിട്ടിരിക്കാം. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ കുറവൻ കുറച്ച് മല കയറാൻ പോവാണ്. ഓക്കേടാ ശരി കാണട്ടോ. കൊറോണ ആണ് എന്നാലും ഒരു കൊറോണ എനിക്കില്ല. അപ്പോ ഗ്രാമപഞ്ചായത്ത്